തേങ്ങയിൽ നിന്നും ചിരട്ടയിൽ നിന്നും ഇതുപോലെ വിട്ടു വരുന്ന തേങ്ങ വെച്ചിട്ട് ഇന്ന് വളരെ ഈസി ആയിട്ടൊരു തീയൽ നമുക്ക് ചോറിനായിട്ട് തയ്യാറാക്കാം. അപ്പോൾ അങ്ങനെ ചിരട്ടയിൽ നിന്നും വിട്ടു വരുന്ന തേങ്ങ ഇതുപോലെ വളരെ കനം കുറച്ച് ആദ്യം ഒന്ന് അരിഞ്ഞെടുക്കുക. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ആ തീയലിന്റെ മിക്സ് നേരത്തെ ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്നും, അതായത് ഇങ്ങനെ ചിരട്ടയിൽ നിന്ന് വിട്ടുവരുന്ന തേങ്ങ വെച്ചിട്ട് ഈ ഉണക്ക തേങ്ങ ഇതുപോലെ ചേരുവകൾ ചേർത്ത് പൊടിച്ച് ഇതുപോലെ ഈ മിക്സ് എങ്ങനെ തയ്യാറാക്കാമെന്നും ഇത് വെച്ചിട്ട് എങ്ങനെ തീയൽ തയ്യാറാക്കാമെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കനം കുറച്ച് അരിഞ്ഞെടുത്ത തേങ്ങ ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തേങ്ങ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുത്ത തേങ്ങ നമുക്കിനി ചേരുവകൾ ചേർത്തൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഒരു 3/4 ഭാഗം നമ്മൾ തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തേങ്ങ വറുക്കുമ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയ തേങ്ങ ആയതുകൊണ്ട് ഇതൊന്ന് കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ കൈ എടുക്കാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ തേങ്ങ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം മുളക് പൊടി ചേർക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അടുത്തതായിട്ട് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ, കുരുമുളക് പൊടിച്ചത് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കാം. വറുത്ത് പാകമായ ഈ തേങ്ങയിലേക്ക് നമ്മൾ പൊടികൾ ചേർക്കുമ്പോൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം മാത്രമേ പൊടികൾ ചേർക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ പെട്ടെന്ന് അതങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ തീയൽ ഉണ്ടാക്കുമ്പോൾ ഒരു കയ്പ്പ് നമുക്ക് വരും. തീയലിന്റെ മിക്സ് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് തണുത്ത് വന്നതിന് ശേഷം അരച്ചെടുക്കാം. ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ തീയലിന്റെ മിക്സ് ഒന്ന് തണുത്ത് വരുന്ന സമയത്ത് നമുക്ക് ചുവന്നുള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് വളരെ കുറച്ച് വെളിച്ചെണ്ണയാണ് വഴറ്റാനായിട്ട് ചേർത്തിരിക്കുന്നത്. കാരണം നമ്മൾ എടുത്തിരിക്കുന്ന തേങ്ങ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വെളിച്ചെണ്ണ ഊറി വരുന്ന തേങ്ങയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് നമ്മുടെ ആ തീയലിന്റെ റോസ്റ്റ് ചെയ്തെടുത്ത മിക്സ്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഒരു പകുതി പരുവത്തിന് നമ്മളൊന്ന് തേങ്ങയൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി കുതിർത്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടി നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ പുളിയും കൂടി ചേർത്ത് നന്നായിട്ട് മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി പച്ചമുളകും നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ചെറിയ തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളിയും തക്കാളിയും വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തീയലിന്റെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് വെള്ളവും കൂടി ചേർത്ത് അരപ്പ് കലക്കി ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി ചേർത്തതിന് ശേഷം ഇനി ഇതൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. തീയൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കുറച്ചുകൂടെ ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കാം. അപ്പോൾ താളിക്കുന്നതിനായിട്ട് ഇനി നമുക്ക് ചൂടായ ഈ പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം.
കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചുവന്നുള്ളിയും കറിവേപ്പിലയും ഉണക്കമുളകും കൂടി നമുക്ക് ചേർക്കാം. താളിക്കാനായിട്ട് ചേർത്ത ചേരുവകളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തീയലിലേക്ക് ചേർത്ത് കൊടുക്കാം. തീയലിലേക്ക് താളിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിരട്ടയിൽ നിന്ന് വേർപെട്ട് വരുന്ന നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിയിടുന്ന ഉണക്ക തേങ്ങ കൊണ്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള തീയൽ എങ്ങനെ തയ്യാറാക്കാം, അതിന്റെ തീയലിന്റെ മിക്സ് എങ്ങനെ തയ്യാറാക്കാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ടത്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.